ഹലോ നമസ്കാരം. KCET എക്സാമിനേഷൻ എഴുതിയ സ്റ്റുഡൻസിനും പേരൻസിനുള്ള പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുന്നേ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അപ്ഡേറ്റ്സ് തന്നു. ഒരുപാട് സ്റ്റുഡൻസിന് അത് ഉപകാരമായിരുന്നു അല്ലേ. അപ്പം കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് BSc നേഴ്സിങ്ങിനും മറ്റു കോഴ്സുകൾക്കുമൊക്കെ അഡ്മിഷന് വേണ്ടി എഴുതേണ്ടിയിരുന്ന കർണാടകയിലെ എൻട്രൻസ് ടെസ്റ്റ് ആയിരുന്നു. അത് എഴുതിയിട്ടുള്ള നിങ്ങൾ ഇനി വരുന്ന അപ്ഡേറ്റ് എന്താണ്? ഇനിയാണ് ചോയ്സ് സെലക്ഷൻ, അതായത് കൗൺസിലിംഗ് പ്രോസസ്സായിട്ടുള്ള ആ പ്രോസസ്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ചോയ്സ് സെലക്ഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാമ്പസ്, ഏത് കോളേജിലാണോ നിങ്ങൾക്ക് നേഴ്സിംഗ് പഠിക്കേണ്ടത്, ആ പർട്ടിക്കുലർ കോളേജുകൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്പണിംഗ് ആണ് വരുന്ന 1-2 ദിവസത്തിനകത്ത് അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഓപ്പൺ ആകും. കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ഓപ്പൺ ആവുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകൾ സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള കോളേജുകൾ എന്ന് പറയുമ്പോൾ കോളേജിന് ഇത്ര നമ്പർ, അതായത് 5 കോളേജ് അല്ലെങ്കിൽ 10 കോളേജ് അല്ലെങ്കിൽ 20 കോളേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാകൂ എന്ന് പറഞ്ഞൊരു നിബന്ധനയില്ല. നിങ്ങൾക്ക് എത്ര നമ്പർ കോളേജസ് വേണമെന്നുണ്ടെങ്കിലും അത് ക്രമത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ്, അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന കോളേജുകളുടെ ലിസ്റ്റ് ഓഫ് കോളേജസ് നിങ്ങൾക്ക് അവിടെ നിന്നും ചോയ്സ് സെലക്ഷൻ ചെയ്യാം. സോ ചോയ്സ് സെലക്ഷൻ ചെയ്തതിന് ശേഷമുള്ള അടുത്ത പ്രോസസ്സാണ് ആ പർട്ടിക്കുലർ നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന സീറ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. അത് ചെയ്യുന്നത് ആരാണ്? കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നിന്നും സീറ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, അതായത് നിങ്ങൾക്ക് കിട്ടിയ റാങ്കും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ചോയ്സ് സെലക്ട് ചെയ്തിരിക്കുന്ന ചോയ്സിൽ നിന്നും എന്ത് ചെയ്യും? അവിടെ നിന്നുമാണ് സെലക്ട് ആവുന്നത്. സീറ്റ് അലോട്ട്മെൻറ്റ് വന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. സോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർക്ക് സംശയമുണ്ട്. നിങ്ങൾക്ക് പലർക്കും റാങ്ക് വന്നിട്ടില്ല അല്ലേ? റാങ്ക് വരാത്തത് എന്തുകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയ് മാസത്തിൽ അവർ നിങ്ങളുടെ +2 മാർക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്തിരുന്നു. മെയ് മാസത്തിൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പല സമയങ്ങളിലായിട്ടും അതിനുവേണ്ടി ഓപ്പൺ ചെയ്തു, വെബ്സൈറ്റ് ഓപ്പൺ ആക്കി. പക്ഷെ ആ സമയത്തൊന്നും പലരും അപ്ഡേറ്റ് ചെയ്തില്ല. അപ്ഡേറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസിനാണ് നിലവിൽ നിങ്ങൾക്ക് KCET എക്സാമിനേഷൻ്റെ മാർക്ക് വന്നിട്ടുണ്ടെങ്കിലും എന്താണ്, റാങ്കിൻ്റെ അവിടെ അവൈറ്റിംഗ് ഫോർ റിസൾട്ട്സ് എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. റാങ്ക് അതുകൊണ്ട് ഇട്ടിട്ടില്ല. സോ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു മെത്തേഡ് പറയാം, നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ ടീമിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എങ്ങനെ മാർക്ക് അപ്ഡേറ്റ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഇനി അതുമല്ലാണ്ട് ലോഗിൻ ഇഷ്യൂസോ, ഇനി അതുമല്ലാണ്ട് ഇനിയും KCETയുടെ മാർക്ക് പോലും അപ്ഡേറ്റ് ആകാത്ത, നിങ്ങൾക്ക് എക്സാം എഴുതിയിട്ട് മാർക്കും അപ്ഡേറ്റ് ചെയ്യാത്ത ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ എന്ത് പ്രശ്നമായിക്കോട്ടെ, KCET എക്സാമിനേഷൻ എഴുതിയിട്ട് എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്റ്റുഡൻസും പേരൻസും ആയിക്കോട്ടെ, നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനിയാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ചോയ്സ് സെലക്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതേപോലെ തന്നെ സീറ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. നിലവിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം നമുക്ക് എല്ലാ അപ്ഡേറ്റുകളും കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയിൽ നിന്നും കിട്ടുന്ന ഡയറക്റ്റ് അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. സോ നിലവിൽ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്സ് പ്രകാരം നമുക്ക് അലോട്ട്മെൻറ്റ് 2 വരും. ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് നിങ്ങൾ ഈ പർട്ടിക്കുലർ കോളേജുകൾ ചോയ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നടക്കുന്ന സീറ്റ് അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് സീറ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കും. ഈ ഫസ്റ്റ് സീറ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾക്ക് ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ കാൻഡിഡേറ്റിനും ഗവൺമെൻറ്, അതായത് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി അലോട്ട് തരുന്ന സീറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യുകയും ഇൻസ്റ്റിറ്റ്യൂഷനിൽ റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ മറ്റ് പ്രോസസ്സ്, ഈ അപ്ഡേറ്റ് ഞാൻ അടുത്തത് വീണ്ടും അതിൻ്റെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് തരാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പ്രോസസ്സ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ചും കൂടെ നല്ലത് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് വേണം, ഇനി അതല്ല, നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന ഓർഡർ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സമയവും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് മുന്നോടിയായിട്ട് അവർ ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങളൊരു കഥ പോലെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും കൊണ്ടും വിഷമിക്കേണ്ട. നമ്മുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഏത് കോളേജിൽ എങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യപ്പെടുന്ന കോളേജിനകത്ത് തന്നെ കിട്ടാൻ, മോസ്റ്റ് പ്രോബബിലിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ടീം ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുന്ന കോൺടാക്റ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയയ്ക്കുക. മനസ്സിലായോ? ഓക്കെ, ഇനിയും ഞാൻ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. കർണാടകയിലെ നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പലർക്കും ഒരു വലിയ ധാരണയില്ല. പല വ്യക്തികളും പറയുന്ന, അല്ലെങ്കിൽ പല സ്റ്റുഡൻസ്, അല്ലെങ്കിൽ പല രീതിയിൽ ഔട്ട്സോഴ്സിൽ ചെയ്യുന്ന പല വ്യക്തികളും പറയുന്നതിനെ ആശ്രയിച്ചാണ്, ആ ഡേറ്റകളെ ആശ്രയിച്ചാണ് അവർ പോകുന്നത്. അപ്പോൾ ചിലർ ആക്ച്വലി അവരുടെ സാമ്പത്തികത്തെ മുൻനിർത്തും, ചിലർ കോളേജിൻ്റെ പേരിനെ മുൻനിർത്തി സെലക്ട് ചെയ്യാനായിട്ട് പോകും. സോ ഞാനൊരു പ്രോപ്പറായിട്ടൊരു ബ്രീഫിങ് തരാം. നിങ്ങൾ കർണാടകയിലെ നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്കൊരു കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, ഡിഫറെൻറ്റ് കാറ്റഗറൈസ് ചെയ്തൊന്ന് നമുക്ക് പഠിക്കാം. സോ കാറ്റഗറി 1 എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജുകളുടെ കീഴിലുള്ള നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്, കിംസ്,
മെഡിക്കൽ കോളേജ്. സോ അതേപോലെ തന്നെ നിരവധി മെഡിക്കൽ കോളേജുകളുണ്ട്. ഇപ്പോൾ യെനപ്പോയ മെഡിക്കൽ കോളേജ്, ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജ്. സോ ഇതെല്ലാം മെഡിക്കൽ കോളേജസ് ആണ്. ഈ മെഡിക്കൽ കോളേജിനകത്ത് വരുന്ന ഓൺ മെഡിക്കൽ കോളേജിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടെ പർട്ടിക്കുലർലി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അധികം നന്നായിട്ട് തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ കുറച്ച് ഫീസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ പാക്കേജുകളൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി കൈൻഡ് ഓഫ് ആ ഒരു പ്രീമിയം ലെവലിലായിരിക്കും വരുന്നത്. അതിനെ നമുക്ക് കാറ്റഗറി 1 എന്ന് നമുക്ക് വിളിക്കാം. അടുത്തത് കാറ്റഗറി 2. കാറ്റഗറി 2 ആകുമ്പോഴത്തേക്ക് ഓൺ ഹോസ്പിറ്റലുകളുള്ള കോളേജസ്, ഓൺ ഹോസ്പിറ്റലുകളുള്ള നേഴ്സിംഗ് കോളേജസ്. ഒന്നുകിൽ ആ നേഴ്സിംഗ് കോളേജിന് സ്വന്തമായിട്ട് അതിൻ്റെ ക്യാമ്പസിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ കാണും, അതല്ലെങ്കിൽ അവരുടെ തന്നെ സ്വന്തം ഹോസ്പിറ്റൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു റീജിയണിൽ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ തന്നെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഹോസ്പിറ്റൽ ഉള്ളതിനെ നമുക്ക് കാറ്റഗറി 2 എന്ന് വിളിക്കാം. ഈ കാറ്റഗറി 2ഉം കാറ്റഗറി 1ഉം തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് മേ ബി ചിലപ്പം നേഴ്സിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരിക്കാം. മനസ്സിലായോ? നേഴ്സിങ്ങിന് കൂടുതൽ പ്രാധാന്യം ഈ കാറ്റഗറി 2ലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. അവരുടെ കാര്യങ്ങളെല്ലാം, ബാക്കിയുള്ള പ്രോസസ്സെല്ലാം ഞാൻ പറഞ്ഞ കാറ്റഗറി 1ഉമായിട്ട് സെയിം തന്നെയാണ്. അതിൻ്റെ ഫീ സ്ട്രക്ചർ വരുമ്പോഴത്തേക്കും അതുമായി തന്നെ ഏകദേശം സിമിലർ രീതിയിലാണ് പോകുന്നത്. ഇനി മൂന്നാമത് കാറ്റഗറി 3. അവിടെ വരുമ്പോഴത്തേക്ക് ഓൺ ഹോസ്പിറ്റൽ കാണത്തില്ല, പക്ഷേ അസോസിയേറ്റഡ് ഹോസ്പിറ്റൽസ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ സ്റ്റുഡൻസിനെ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവിടെ ആയിരിക്കും അവർ പോസ്റ്റിംഗ് ചെയ്യുന്നത്, അവിടെ ആയിരിക്കും അവർ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെ ആയിരിക്കും. സോ ഇതിനെ നമുക്ക് കാറ്റഗറി 3യിൽ പെടുത്താം. കാറ്റഗറി 3യിലേക്ക് വരുമ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഒരു പാക്കേജ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാം. ഒരുപാട് അഫോർഡബിൾ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിലെ മറ്റ് പല റേറ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോളേജുകളുടെ ഫീസിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതായിരിക്കും കാറ്റഗറി 3യിൽ വരുന്നത്. ഈ കാറ്റഗറി 3യിലും നിങ്ങൾക്ക് ഒരു സിമിലർ രീതിയിൽ അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ടുള്ള രീതിയിലത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അമ്യൂണിറ്റീസ്, ഇതേപോലെ പോസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടാം. ഇനി ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട്, ഞാൻ എടുത്തു പറയുന്ന ഒരു കാറ്റഗറി 4. ഈ കാറ്റഗറിയിൽ മേ ബി ഓൺ ഹോസ്പിറ്റൽ കാണത്തില്ല, അല്ലെങ്കിൽ നല്ല അവിടുത്തെ ഒരു പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫീസ് സ്ട്രക്ചർ വളരെ ബാക്കിലായിരിക്കും. അതായത് അഫോർഡബിൾ ഫീസ് ആയിരിക്കും. നിങ്ങൾ കാറ്റഗറി 1ൽ നമ്മൾ പറഞ്ഞിടത്ത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആണെങ്കിൽ, പർട്ടിക്കുലർ ബഡ്ജറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു 60% അല്ലെങ്കിൽ ഒരു 50% വരെ കാണത്തുള്ളൂ ഈ കാറ്റഗറി 4 കോളേജസിനകത്ത് വരുന്നത്. സോ ഞാൻ ഈ കാറ്റഗറി 1ലെ മെഡിക്കൽ കോളേജിനെ കുറിച്ച് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ഇനി ഞാൻ കാറ്റഗറി 2, 3, 4നെ കുറിച്ചൊന്നും എക്സാമ്പിൾസ് ഞാൻ തരുന്നില്ല, കാര്യം നിങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. പക്ഷേ ഇത് നമ്മളുടെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് കാറ്റഗറൈസേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാനായിട്ട് എന്ത് ചെയ്യണം? കോൺടാക്ട് ചെയ്താൽ മതി. പേഴ്സണലി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പർട്ടിക്കുലർ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, സോ കാറ്റഗറി 4. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ 4 കാറ്റഗറി. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് വേണം നിങ്ങളുടെ ചോയ്സുകൾ സെലക്ട് ചെയ്യാൻ. കോളേജിൻ്റെ ചോയ്സസ് സെലക്ട് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ കാറ്റഗറൈസ് ചെയ്ത് എനിക്ക് ഏത് കാറ്റഗറിയിൽ പഠിക്കണം, ഏത് കാറ്റഗറിയിൽ പഠിക്കുമ്പോൾ ഇത്രയും ബഡ്ജറ്റ് എൻ്റെ കയ്യിലുണ്ടോ, അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ആ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻസ് ഗ്രൂപ്പിൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാനായിട്ടുള്ള എനിക്ക് കേപ്പബിലിറ്റി ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റുഡൻ്റായിട്ടുള്ള നിങ്ങൾ പർട്ടിക്കുലർലി ചിന്തിക്കുക. ഇനി പേരൻസ് ആയിട്ടുള്ളവർ ഫിനാൻഷ്യൽ കാര്യങ്ങളും അല്ലെങ്കിൽ സേഫ്റ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ അതിലേതാണ് എൻ്റെ കുട്ടിയെ വിടാനായിട്ട് കാറ്റഗറി 1ൽ വിടുന്നതാണോ അതോ കാറ്റഗറി 2ൽ വിടുന്നതാണോ മോസ്റ്റ്ലി ബെനിഫിറ്റ് ഉണ്ടാവുന്നത് എന്നൊക്കെ നിങ്ങൾ തന്നെ സെൽഫ് താരതമ്യം ചെയ്യുക. ഇനി അതല്ല നമ്മുടെ അസിസ്റ്റൻസ് വേണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ ടീം വളരെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ട്, അല്ലേ? സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇപ്പം നിലവിലുള്ള അപ്ഡേറ്റ് തരാനായിട്ടുള്ളത്. സോ നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്ത് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന പല സ്റ്റുഡൻസും പേരൻസും പറയുന്നത്, അയ്യോ ഞങ്ങൾ ഇത് അറിഞ്ഞില്ലായിരുന്നു, മാർക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അറിഞ്ഞില്ല, അല്ലെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പിനെ കുറിച്ച് അറിഞ്ഞില്ല എന്നാണ്. അങ്ങനെ ഇനി നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത്. ഇപ്പം നിലവിലുള്ള ഈ ഒരു ചാൻസ് കളഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടാണ്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. KCET എക്സാമിനേഷൻ എഴുതാതിരുന്ന കുട്ടികൾക്ക് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും 20% സീറ്റ്സ് എടുക്കാമെന്ന് കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ ഒരു പുതിയൊരു ഓർഡറും കൂടെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ 20% സീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അല്ലേ? ഇപ്പം 60 സീറ്റ് ഉള്ള ഒരു കോളേജ് ആണെങ്കിൽ എത്ര സീറ്റ് ഉണ്ടെന്നുള്ളത് അറിയാം. ഈ സീറ്റുകളൊക്കെ ഈ നിലവിൽ തന്നെ ഒന്നുകിൽ ഫിൽഡ് ആയിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ട് അങ്ങനെ അവർ ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും. ഇനിയും ബോയ്സിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കോ ഈ പറയുന്ന പെർസെൻറ്റേജിനേക്കാളും വീണ്ടും കുറവായിരിക്കും ബോയ്സിൻ്റെ സീറ്റുകൾ, അല്ലേ? സോ അവർക്ക് വീണ്ടും അഡ്മിഷൻ കിട്ടാനായിട്ട് സാധ്യതകൾ കുറയും. അതുകൊണ്ട് നിങ്ങൾ ഈ അവസരങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തരുത്. കറക്റ്റായിട്ട് നിങ്ങളിത് നോക്കുക, കറക്റ്റായിട്ട് അപ്ഡേറ്റ്സുകളെല്ലാം കൃത്യമായിട്ട് നോക്കുക.
ഇനി ഇതൊന്നും നോക്കാൻ വയ്യാത്ത പേരൻ്റ് ആണെങ്കിലും സ്റ്റുഡൻ്റ് ആണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടീം എപ്പോഴും എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസിനും ഉണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിലവിൽ നമ്മുടെ ഒരു KCET ഹെൽപ്പ് ലൈൻ നമ്മുടെ ആദ്യം എക്സാമിനേഷൻ നടന്നപ്പോൾ തൊട്ട് ഏപ്രിൽ 18, 19 എക്സാമിനേഷൻ നടന്നപ്പോൾ തൊട്ട് നമുക്കൊരു ഹെൽപ്പ് ലൈൻ ഉണ്ടായിരുന്നു. അത് വളരെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ അപ്ഡേറ്റ്സ് തന്നു. ഇനി ഞാൻ പറയാം, ഒരിക്കൽ കൂടി പറയാം എന്തൊക്കെയാണ് നമ്മളുടെ ടീം എഡ്യൂജേണി വിത്ത് ജേണക്സിൻ്റെ ടീം നിങ്ങൾക്ക് എന്തൊക്കെയാണ് തരുന്നതെന്ന്. ഒന്ന്, നിങ്ങൾക്ക് എന്തെങ്കിലും KEAയുടെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. 2, നിങ്ങളുടെ മാർക്ക് +2ൻ്റെ മാർക്ക് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, എന്നാൽ KCET എക്സാമിനേഷൻ്റെ മാർക്ക് വന്നിട്ടുണ്ട്. ആ കാരണത്താൽ റാങ്ക് നിങ്ങൾക്ക് ഇതുവരെ ഇട്ടിട്ടില്ല. അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. 3, ഈ ഒരു പർട്ടിക്കുലർ ചോയ്സ് സെലക്ട് ചെയ്യാൻ, കോളേജിൻ്റെ ചോയ്സസ് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു, നിങ്ങൾക്കല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു നോളജ് ഇല്ല, ഇവിടെ ഇനി ഏത് കോളേജാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ ആശങ്കയിലുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. 4, നിങ്ങൾക്ക് ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയാം, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിലൂടെ കണ്ട നോളജ് ഉണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കണ്ടിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് അതുവഴി ചെയ്യാനായിട്ടുള്ള എല്ലാ തരത്തിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിലും ഇനി അതല്ല, ഒരു എക്സ്പെർട്ടൈസിൻ്റെ ഒരു ഹെൽപ്പ് വേണം. നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും വളരെ നമ്മളെന്താണ് എക്സ്പീരിയൻസോട് കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമിൻ്റെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാം. സോ എഡ്യൂജേണി വിത്ത് ജേണക്സ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മൾ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് അനേകം കോളേജുകൾ, ബാംഗ്ലൂരിലും കർണാടകയിലും ഉൾപ്പെടെയുള്ള നിരവധി കോളേജുകൾ നമ്മൾ വിസിറ്റ് ചെയ്യുകയും ആ കോളേജുകൾ ഒരു സ്റ്റുഡൻറ്റോ പേരൻറ്റോ ചെന്നാൽ കാണാൻ പറ്റാത്തതിലും അധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്യാമ്പസ് ട്രാവൽ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ, അല്ലേ, എഡ്യൂജേണി വിത്ത് ജേണക്സ്. സോ എഡ്യൂജേണി വിത്ത് ജേണക്സ് വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ടെസ്റ്റിമോണിയൽസ് ഒക്കെ നമുക്കിനിയും കാണാനായിട്ട് സാധിക്കും. ഇനിയും നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. KCETയുടെ തന്നെ, അതായത് ഈ KEAയുടെ തന്നെ പുതിയ അപ്ഡേറ്റ്സ് ഞാൻ അടുത്ത വീഡിയോസിൽ ഇനി തരാൻ പോകുന്നത് ഓരോ ലൊക്കേഷനിലും കുറച്ച് കോളേജസിൻ്റെ നെയിംസ് തരാം. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള കുറച്ച് കോളേജസ്, മൈസൂരിലുള്ള കുറച്ച് കോളേജസ്, മംഗലാപുരത്തുള്ള കുറച്ച് കോളേജസ്. സോ ഇങ്ങനെ ഒരു റീജിയൻ വെച്ചിട്ട് ഡിഫർ ചെയ്തിട്ട് കുറച്ച് കോളേജസ്, അപ്പോൾ ആ കോളേജിൽ തന്നെ നിങ്ങൾ പോകണമെന്നല്ല, കുറച്ച് കോളേജസിൻ്റെ ലിസ്റ്റാണ് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ തരാനായിട്ട് പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. എഡ്യൂജേണി വിത്ത് ജേണക്സ് ഈസ് റോളിംഗ്.